ടിബറ്റ് അതിർത്തിക്ക് സമീപമുള്ള നേപ്പാളിലെ റസുവ ജില്ലയിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെ കാണാതാവുകയും 16ഓളം പേര് മരണപ്പെടുകയും ചെയ്തു. കാണാതായവരിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കാണാതായവരിൽ 105ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇന്ത്യ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്, കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്, അപകടത്തിൻ്റെ വ്യാപ്തി നിരീക്ഷിച്ചു വരികയാണ് എന്നും ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നേപ്പാളിൽ നടന്നിരിക്കുന്നത്. നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നതും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ നിരവധി കെട്ടിടങ്ങൾ നിലം പതിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ടിബറ്റ് അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ റസുവ ജില്ലയിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടാകുകയും ഒട്ടനവധി പേരെ കാണാതാകുകയും ചെയ്തതായി റിപ്പോർട്ട്. പ്രളയത്തെ തുടർന്ന് പാർപ്പിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തിൽ 100ലധികം ഇന്ത്യക്കാരെ കാണാതായതായി സൂചന. പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. പ്രളയമുണ്ടായത് സംബന്ധിച്ച കാരണം നിലവിൽ വ്യക്തമല്ല. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 384 യാത്രക്കാരിൽ 291 പേരും വിദേശികളാണെന്നാണ് നേപ്പാൾ ടൂറിസം ബോർഡിന്റെ പ്രാഥമിക പട്ടികയിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഓസ്ട്രേലിയ, നെതർലൻഡ്സ്, US, മലേഷ്യ, UK, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയും കാണാതായിട്ടുണ്ട്. കാണാതായവരിൽ 93 പേർ നേപ്പാൾ പൗരന്മാരാണ്. കാണാതായ മറ്റ് ചിലരുടെ സ്വദേശം വ്യക്തമായിട്ടില്ല. ഇപ്പോഴത്തേത് പ്രാഥമിക പട്ടിക മാത്രമാണെന്നും ട്രാവൽ ഏജൻസികൾ, ഗൈഡുമാർ, പ്രാദേശിക അധികൃതർ, സുരക്ഷാ ഏജൻസികൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ടൂറിസം ബോർഡ് അറിയിച്ചു. കാണാതായവരിൽ ഭൂരിഭാഗവും ടിബറ്റിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണെന്നും കരുതുന്നു. സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ നേപ്പാളിന് എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുള്ള ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ അധികൃതരോട് ജാഗ്രത പാലിക്കാനും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.